ആപ്പിൾ TV പ്ലസിലൂടെ പുറത്തിറങ്ങിയ ഒരു പുതിയ സീരീസാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി ഇയർ. സോ ഈ സീരീസിന് ഞാൻ കാത്തിരിപ്പായിരുന്നു. ഈ ജനുവരി 26-നാണ് ഈ സീരീസ് എയറിലായത്. സോ 2 എപ്പിസോഡ്സാണ് ടോട്ടൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സോ ഈ സീസണിന് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത് ആപ്പിൾ TV പ്ലസ് തന്നെയാണ്. ആപ്പിൾ TV പ്ലസിൻ്റെ സീസണിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ എല്ലാവരും ഭയങ്കരധികം വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഭയങ്കരധികം ക്വാളിറ്റി ഉള്ള സീസൺ തന്നെയായിരിക്കും ആപ്പിൾ TV പ്ലസിൽ ഉണ്ടാവുക. ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ മൊണാർക്ക് ലീഗസി ഓഫ് മോൺസ്റ്റേഴ്സ് ഒക്കെ ഈ ഒരു ആപ്പിൾ TV പ്ലസിൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ആ ഒരു പ്രത്യേകത ഉള്ളതിനെ കൊണ്ട് ഈ സീസൺ വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ ഈ സീസണിൻ്റെ ട്രെയിലർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ട്രെയിലർ ഒരു ഗംഭീര ട്രെയിലർ തന്നെയായിരുന്നു. ആയിട്ടുള്ള ആ പ്ലെയിൻസിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളെല്ലാം അത്രക്കും ഭയങ്കര വിഷ്വൽ ട്രീറ്റിൻ്റെ ആയിരുന്നു. പിന്നെ ആപ്പിൾ TV പ്ലസ് ആണല്ലോ. സോ അതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു സീസൺ വേണ്ടി ഞാൻ അത്രക്കും കാത്തിരിപ്പായിരുന്നു. സോ ഈ ഒരു സീസൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സും ദ പെസിഫിക് എന്ന് പറഞ്ഞ സീസണിലും പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ്. ആ 2 സീസൺ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ 2 സീരീസിൻ്റെയും ഏകദേശം ഒരു കമ്പാനിയൻ ആയിട്ടാണ് ഈ സീസൺ വരിക. അതായത് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അത് ലാൻഡിൽ നടക്കുന്ന ആർമീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ ദ പെസിഫിക് എന്ന് പറയുമ്പോൾ വാട്ടറിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ ഈ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ എന്ന് പറഞ്ഞ സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എയറിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ പ്ലെയിൻസ് തമ്മിലുള്ള ഫൈറ്റ്സും കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മൊത്തത്തിലുള്ള ഡ്രാമ സീസൺ തന്നെയാണ് ഇത്. അത് ആദ്യമേ പറയാം. സോ ഈ സീസണിൻ്റെ 2 ഫസ്റ്റ് എപ്പിസോഡ്സ് കണ്ടതിനപ്പോൾ എനിക്കൊരു ഫീലിംഗ് ആണ് ഞാൻ പറയുന്നത്. സോ നല്ലൊരു മികച്ചൊരു സ്റ്റാർട്ടിങ്, നല്ലൊരു തുടക്കമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സീരീസിൻ്റെ ഈ 2 എപ്പിസോഡ് കണ്ടതിനപ്പം. സോ ഇത് ബേസിക്കലി മാസ് കുത്തിക്കയറ്റി അങ്ങനത്തെ സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഡ്രാമ സീസൺ. സോ ആ ഒരു വേൾഡ് വാർ 2 എന്ന് പറഞ്ഞ ടൈമിൽ, അതായത് 1940s എന്ന് പറഞ്ഞ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. സോ അത്രക്കും അധികം ഒരു ഹിസ്റ്ററി എടുത്ത് കാണിക്കുന്ന ഒരു സീരീസ് തന്നെയാണ് പറയാം. സോ ശരിക്കും നടന്നയാണോ എന്ന് പറഞ്ഞാലും മേ ബി അതിനകത്ത് നല്ല ഇൻസ്പയർ ആക്കിയിട്ട് എടുത്തതാണെന്ന് പറയേണ്ടി വരും. സോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ആ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസ് എലമെൻറ്റ്, ഭയങ്കരധികം ഗൺ ഫൈറ്റും കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഭയങ്കരധികം റിയലിസ്റ്റിക് ആണ്. ഫുള്ളി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സീസൺ പറഞ്ഞുകൊണ്ടത്. അതിൻ്റെ ഫസ്റ്റ് 2 എപ്പിസോഡ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് റിയലിസ്റ്റിക് ആണ്. അതായത് പ്ലെയിൻസിൻ്റെ ഉള്ളിലെ കുറേയധികം സെറ്റിങ്സ്, ഇവർ എങ്ങനെയാണ് പ്ലെയിൻ സ്റ്റാർട്ടാക്കുന്നത്, എങ്ങനെയാണ് ഒരു എയർഫോഴ്സിൻ്റെ ടീമെല്ലാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, അങ്ങനത്തെ അവരുടെ ഇടയിൽ നടക്കുന്ന കുറേ ഫ്രണ്ട്ഷിപ്പും സെലിബ്രേഷൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന പോലത്തെ സീരീസാണ്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് 2 എപ്പിസോഡ്സ് കണ്ട ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സോ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഇവർ ആ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് ചാടി കിടക്കുന്നുണ്ട്. വേഗം തന്നെ ഈ സീസൺ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അധികം ലാഗും കാര്യങ്ങളില്ലാണ്ട് പെട്ടെന്ന് തന്നെ ക്യാരക്ടേഴ്സിലേക്ക് വേഗം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് വേഗം കണക്ട് ആകുന്നുണ്ട് ആ ഒരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ. ആ 2ാമത്തെ എപ്പിസോഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ പരിചയം. സോ എനിക്ക് തീരെ ബോറടിച്ചില്ല. നല്ലൊരു സ്റ്റാർട്ടിങ് എപ്പിസോഡായി തോന്നി ഈ 2 എപ്പിസോഡും കാണാൻ. എസ്പെഷ്യലി ഈ വാർ സീസണെല്ലാം പറയുമ്പോൾ ഞാൻ അധികം കാണാത്ത ജോണലാണ്. സോ ഈ സീസൺ അത്രയ്ക്ക് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് വേണം പറയാം. സോ അങ്ങനത്തെ കുറേ അധികം റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു നമുക്കിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. സോ നല്ലൊരു ഗംഭീര വിഷ്വൽസും കൂടി ഉണ്ട് തന്നെ പറഞ്ഞു. എസ്പെഷ്യലി 2 എപ്പിസോഡിൽ തന്നെ 2 ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഒരു എയറിൽ നടക്കുന്നത്. അതൊക്കെ ഭയങ്കരധികം ഗംഭീരമായിട്ട് തന്നെ എടുത്ത് വെച്ചില്ല. ആപ്പിൾ TV പ്ലസ് ആണല്ലോ. സോ അതൊക്കെ കാണാൻ പഠിച്ചാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കാമെന്ന് പറയുന്നത്. അത് ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ആ ഒരു പ്ലെയിൻ്റെ ആ ഒരു ക്രാഷും കാര്യങ്ങളെല്ലാം. സോ ഇനി അപ്കമിങ് നെക്സ്റ്റ് എപ്പിസോഡ്സിലൊക്കെ കുറേ കാര്യങ്ങൾ വരാൻ പോകുന്നത് ഞാൻ പറയാനുള്ളത്. സോ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള ഈ സീസണെ പറ്റി സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ആകെ 2 എപ്പിസോഡാണ് പെയർ ആയിട്ടുള്ളത് ജനുവരി 26-ന്. സോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് വീക്കിലായിട്ട് എല്ലാ ഫ്രൈഡേ റിലീസ് ചെയ്യുന്നുണ്ടാവും. ടോട്ടൽ 50 എപ്പിസോഡ്സാണ് ഉള്ളത്. സോ ഈ സീസണിൽ ടോട്ടലായിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ് റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.